ഇന്ന് ജിഷേലിൻ്റെ അമ്മയാണ് വന്നേക്കുന്നത്. ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ടാണ് ഇട്ടേക്കുന്നത്. ജിഷേൽ വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും ആക്ടിവിറ്റി റൂമിലാണ് നിൽക്കുന്നത്. പക്ഷേ ജിഷേൽ വെളിയിൽ ഗാർഡൻ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ മമ്മിയെ സ്വീകരിക്കാൻ. ജിഷേൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു. മമ്മി എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. അന്ന് ആര്യനെ മൈൻഡ് ചെയ്തതേ ഇല്ല. ആര്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അനുമോളെയൊക്കെ കെട്ടിപ്പിടിച്ച് ബിഗ് ബോസ് ജിഷേലിനെ ആക്ടിവിറ്റി റൂമിലോട്ട് വിളിക്കുന്നു. 2-3 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ജിഷേൽ വന്നത്. ആക്ടിവിറ്റി റൂമിൽ വന്നു. മറ്റവരെല്ലാം ലിവിങ് റൂമിലോട്ട് പോകുന്നു. ജിഷേലിനോട് അവിടെ ഇരിക്കുന്ന ലെറ്റർ വായിക്കാൻ പറയുന്നു. ജിഷേൽ ഭയങ്കര കഷ്ടപ്പെട്ട് അത് വായിച്ച് എങ്ങനെയെങ്കിലും, ആരും ഇല്ലല്ലോ വായിച്ച് കൊടുക്കാൻ. ജിഷേൽ തന്നെ അത് വായിച്ച്. എല്ലാവർക്കും ടാസ്ക് കഴിഞ്ഞാലേ ഫാമിലിയെ കാണാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ജിഷേലിന് ഫാമിലിയെ കണ്ടു കഴിഞ്ഞിട്ടാണ് ടാസ്ക് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ജിഷേലിന് 7ൻ്റെ പണിയാണ് കൊടുത്തത്. ഭയങ്കര ഒരു ടാസ്ക് ആയിപ്പോയി. ബിഗ് ബോസ് വീടിൻ്റെ ഫ്രണ്ട് അതായിരുന്നു ടാസ്ക്. ഒരുവിധം ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് ജിഷേൽ. അത് കഴിഞ്ഞിട്ട് അമ്മയെ കാണുന്നു. അമ്മയായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. മമ്മി എന്താണ് ആര്യനെ മൈൻഡ് ചെയ്യാഞ്ഞത്? മമ്മി എന്താ ആര്യനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത് എന്ന് ചോദിക്കുന്നു ജിഷേൽ. മമ്മി പറയുന്നു, ഇല്ല ഞാൻ ആര്യനെ കണ്ടില്ല, സത്യം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അല്ല, കണ്ടിട്ടുണ്ട്, മൈൻഡ് ചെയ്യാതെ പോയത് തന്നെയാണ്. അത് ജിഷേലിന് മനസ്സിലായി. പിന്നെ പറയുന്നത്, മമ്മി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? മമ്മി ബോംബെയിൽ തിരിച്ചു പോകും. മമ്മി എന്തിനു വെറുതെ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കഴിഞ്ഞ് മമ്മി, എനിക്ക് കോസ്റ്റ്യൂമൊന്നും ഇല്ല, എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കഴിഞ്ഞ് മമ്മി തിരിച്ച് ബോംബെക്ക് പോകും മമ്മി എന്നൊക്കെ മമ്മിയോട് ഇരുന്ന് പറയുകയാണ് ജിഷേൽ. ജിഷേലിൻ്റെ മമ്മി പറയുന്നത്, നീ സ്ട്രോങ് ആയിട്ട് കളിക്കുക, നീ എന്താണ് ഇവിടെ അങ്ങ് ഇരുന്ന് സംസാരിക്കാത്തത്? എല്ലാവരും ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുമല്ലോ, നീ മാത്രമാണല്ലോ അങ്ങനെയൊന്നും സംസാരിക്കാത്തത്. നീ എല്ലാവരും കൂടെയും ഇരുന്ന് സംസാരിക്കണം, നന്നായിട്ട് കളിക്കണം, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നീ മറന്നു പോകല്, നമുക്ക് ടോപ്പ് 3-ലെങ്കിലും നീ എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം, അത് മറന്നു പോകലും, സ്ട്രോങ് ആയിട്ട് കളിക്കണം, നന്നായിട്ട് പ്ലേ ചെയ്യ് എന്നൊക്കെ മമ്മി ജിഷേലിനോട് പറയുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.